കഴിഞ്ഞ ആഴ്ചകളിൽ കുറച്ച് അപ്ഡേറ്റുകൾ ജി എസ് ടിയുടെ സൈറ്റിനകത്ത് വന്നിട്ടുണ്ട്. ഈ അപ്ഡേറ്റുകൾ നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. 3 പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് വന്നിരിക്കുന്നത്. ഒന്ന്, 12-ാം തീയതി അഡ്വൈസറി ഫോർ ജി എസ് ടി രജിസ്ട്രേഷൻ പ്രോസസ് റൂൾ 8 ഓഫ് സി ജി എസ് ടി റൂൾസ് 2017. അതേപോലെ തന്നെ ഇ വേ ബില്ലുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അൺരജിസ്റ്റേർഡ് ഡീലേഴ്സ് പേഴ്സൺസ് ഇ വേ ബിൽ പോർട്ടൽ ജനറേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, പിന്നെ ബയോമെട്രിക് ബേസ്ഡ് ആധാർ ഒതൻറ്റിക്കേഷനുമായി ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് ജാർഖണ്ഡ്, ആൻഡമാൻ നിക്കോബർ ദ്വീപുകളിലുള്ള കുറച്ച് അപ്ഡേറ്റുകളാണ് വന്നിരിക്കുന്നത്. 2 രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടും 1 ഇ വേ ബില്ലുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് വന്നിരിക്കുന്നത്. ഈ ഒരു സെഷനിൽ നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ENR 03 എന്ന് പറഞ്ഞിരിക്കുന്ന അൺരജിസ്റ്റേർഡ് പേഴ്സണും ഇ വേ ബിൽ എടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുതിയ ഒരു അപ്ഡേറ്റ് ആണ്. ഈ ഒരു അപ്ഡേറ്റിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, അഡ്വൈസറി ഓൺ ഇൻട്രൊഡക്ഷൻ ഓഫ് ഫോം ENO 03 ഫോർ എൻറോൾമെൻറ്റ് ഓഫ് അൺരജിസ്റ്റേർഡ് ഡീലേഴ്സ് പേഴ്സൺ ഇൻ ഇ വേ ബിൽ പോർട്ടൽ ഫോർ ജനറേറ്റിംഗ് ഇ വേ ബില്ല്. നമുക്കറിയാവുന്ന പോലെ ഇ വേ ബില്ലിൻ്റെ സൈറ്റിനകത്ത് നമുക്ക് യൂസർ ഐ ഡിയും പാസ്വേഡും അടിക്കാൻ ഓപ്ഷൻ ഉണ്ടായിരുന്നു. അവിടെ നമ്മൾ GST നമ്പറും അതിൻ്റെ പാസ്വേഡൊക്കെ ആയിരുന്നു കൊടുത്തിരുന്നത്. അപ്പം രജിസ്റ്റേർഡ് അല്ലാത്ത ബിസിനസ്സുകാർക്ക് ഇ വേ ബില്ല് ജനറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പുതിയൊരു ഫോമാണ് ENR 03 എന്ന് പറഞ്ഞിരിക്കുന്ന ഫോം എന്ന് പറയുന്നത്. ഇതിനകത്ത് 15/2025 ഫെബ്രുവരി 15, 2025 ഇതുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. A new features has been introduced in the e-way bill system to facilitate the enrollment of unregistered dealers supplying goods with effect from 11/2/2025 11/2/2025 മുതലാണ് ഇത് ഇഫക്റ്റീവായിട്ട് വരുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, അതിൻ്റെ യൂസർ ഗൈഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫർദർ അസിസ്റ്റൻസിന് വേണ്ടിയിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള യൂസർ ഗൈഡ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അതിൻ്റെ യൂസർ മാനുവൽസും കൃത്യമായിട്ട് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെയാണ്. പക്ഷെ നമ്മൾ നേരെ ഇ വേ ബില്ലിൻ്റെ സൈറ്റിനകത്ത് കയറിയിട്ട് തന്നെ ഈ ഒരു കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇതിനകത്ത് ഫങ്ഷൻ ചെയ്യുക എന്നുള്ളത് തന്നെ പഠിക്കാം. അപ്പോൾ ഗൂഗിളിൽ നമ്മൾ ഇ വേ ബില്ലെന്ന് സെർച്ച് ചെയ്തു. ഫസ്റ്റ് കാണുന്ന ഇ വേ ബിൽ ഓപ്ഷൻ നമ്മൾ സെർച്ച് ചെയ്യാം. ഇവിടെ ഇതെല്ലാവർക്കും അറിയുന്ന വെബ്സൈറ്റ് തന്നെയായിരിക്കും ഇ വേ ബിൽ സിസ്റ്റം എന്ന് പറഞ്ഞത്. ഇതിനകത്ത് രജിസ്ട്രേഷൻ എന്നുള്ളിടത്ത് എൻറോൾമെൻറ്റ് ഫോർ യു ആർ പി മീൻസ് അൺരജിസ്റ്റേർഡ് പേഴ്സൺ. ഇവിടെ ന്യൂ എന്ന് പറഞ്ഞ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തിരിക്കുന്നുണ്ടാവും. ഇതാണ് ഓപ്ഷൻ ഉപയോഗിച്ചിരുന്നത്. നോർമൽ നമ്മളിവിടെ ലോഗിൻ വെച്ചിട്ട് യൂസർ ഐ ഡി പാസ്വേഡൊക്കെ അടിച്ചിട്ടാണ് നമ്മൾ ഇത് ലോഗിൻ ചെയ്യാറുള്ളത്. ഇനി അൺരജിസ്റ്റേർഡ് പേഴ്സണിൻ്റെ കേസിലാണെങ്കിൽ URP എന്ന് പറഞ്ഞ എൻറോൾമെൻറ്റ് ERP 03 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫോം ഇവിടെ ENR 03 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോം ഇവിടെ എനേബിൾ ആയി കിടക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ സ്റ്റേറ്റ് സെലക്ട് ചെയ്യുന്നു. അതേപോലെ തന്നെ പാൻ കാർഡിൽ എങ്ങനെയാണോ നമ്മൾ പേര് കൊടുത്തിരിക്കുന്നത് അതുപോലെ ടൈപ്പ് ചെയ്യാം. ട്രേഡ് നെയിം ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. പാൻ ഇവിടെ വെക്കുക, അത് വാലിഡേറ്റ് ചെയ്യാം. അത് കഴിഞ്ഞതിന് ശേഷം ഏത് തരത്തിലാണ് നമ്മൾ ഇതിനകത്തേക്ക് എൻറോൾമെൻറ്റ് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. സപ്ലയർ ഓഫ് ഗുഡ്സ് എന്നുള്ള രീതിയിലാണോ, അൺരജിസ്റ്റേർഡ് റെസിപ്പിയൻ്റ് ഓഫ് ഗുഡ്സ് എന്നുള്ള രീതിയിലാണോ, അല്ലെങ്കിൽ ഇത് 2 കാറ്റഗറിയിലായിട്ട് വരുന്നതാണെങ്കിൽ നമ്മൾ ബോത്ത് ഓഫ് 2 കൊടുക്കാം. അതിനുശേഷം പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ബിസിനസ്, നമ്മുടെ മെയിൻ ബിസിനസ് എവിടെയാണോ നമ്മൾ ഹെഡ് ഓഫീസ് എന്നുള്ള രീതിയിൽ പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ബിസിനസ്സിൻ്റെ അഡ്രസ്സും അതിൻ്റെ ഫോൺ നമ്പറും കാര്യങ്ങളാണ് ഇവിടെ കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇമെയിൽ കൊടുക്കുക, മൊബൈൽ നമ്പർ, OTP വെച്ച് വെരിഫൈ ചെയ്യുക. ആസ് യൂഷ്വൽ എങ്ങനെയാണോ ചെയ്യുന്നത് അതേപോലെ തന്നെ ഈ OTP ഇവിടെ അടിച്ചു കൊടുക്കാം, വെരിഫൈ ചെയ്യാം. വെരിഫൈ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു യൂസർ ഐ ഡി നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാം. യൂസർ ഐ ഡി ക്രിയേറ്റ് ചെയ്തിട്ട് അതിന് അവൈലബിലിറ്റി ചെക്ക് ചെയ്യാം. ഇപ്പോൾ എൻ്റെ പേര് യൂനിസ് എന്നാണെങ്കിൽ ആ യൂനിസ് എന്ന് സെർച്ച് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി എടുത്താണെങ്കിൽ നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ ഒരു യൂസർ ഐ ഡി നമ്മൾ ക്രിയേറ്റ് ചെയ്യാം, പാസ്വേഡ് കൊടുക്കുക, ഡബിൾ കൺഫേം ചെയ്യാം. കൺഫേം ചെയ്തതിന് ശേഷം ഐ ഹിയർ ബൈ ഈ പറയുന്ന വെരിഫിക്കേഷൻ ക്ലിക്ക് ചെയ്ത് ക്യാപ്ച കോഡ് കൊടുത്ത് എൻ്റെ സേവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെയുള്ള യൂസർ ഐ ഡിയും പാസ്വേഡും വെച്ച് കയറാൻ വേണ്ടി പറ്റും. ഈ യൂസർ ഐ ഡിയും പാസ്വേഡും വെച്ചിട്ടാണ് നമ്മൾ ഇ വേ ബില്ലിനകത്ത് ജനറേറ്റ് ചെയ്തേക്കുന്നത്. സാധാരണ നമുക്കറിയാവുന്ന പോലെ GST നമ്പറോ അതിൻ്റെ പാസ്വേഡാണ് കൊടുക്കുക. അതിന് പകരം നമ്മളിനി ചെയ്യണ യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് നമ്മളാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു ENR ID എന്ന് പറയുന്നത് 15 ക്യാരക്ടർ എൻറോൾമെൻറ്റ് ID ആണ്. അത് വെച്ചിട്ടാണ് നമ്മൾ ഇ വേ ബിൽ പോർട്ടലിനകത്ത് ലോഗിൻ ചെയ്യുന്നു. ലോഗിൻ ചെയ്ത്
ജനറേറ്റ് ന്യൂ എന്ന് പറഞ്ഞ് ആ ഒരു ഓപ്ഷനിൽ കൊടുത്ത് ആസ് യൂഷ്വൽ എങ്ങനെയാണോ നമ്മൾ ഇ വെബിൽ ജനറേറ്റ് ചെയ്തെടുക്കുന്നത് അതേപോലെ തന്നെ ചെയ്യാം. അതിന് വിശദമായിട്ടുള്ള യൂസർ മാനുവൽസ് കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഈ ഒരു GSTയുടെ സൈറ്റിനകത്ത് കയറിയിട്ട് തന്നെ ഈ ഒരു ട്യൂട്ടോറിയൽ GST എന്നുള്ള സംഭവം എടുക്കാം. വിശദമായിട്ട് ഓരോന്നും എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്തരം പുതിയ അപ്ഡേറ്റ്സുകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഫോളോ ചെയ്യാം. പുതിയ അപ്ഡേറ്റുമായി വീണ്ടും കാണാം.